ഹാപ്പി ഗാർഡനിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയെന്ന് ഉറപ്പുവരുത്തുക. എങ്കിൽ മാത്രമേ ഈ ചാനലിൽ വരുന്ന പുത്തൻ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നിമിഷനേരം കൊണ്ട് അറിയാൻ സാധിക്കൂ. പലരും നാച്ചുറൽ ആയിട്ടുള്ള പല വളങ്ങളും ചെടികൾക്ക് അപ്ലൈ ചെയ്യാറുണ്ട്. ചാണകപ്പൊടിയും കമ്പോസ്റ്റ് എന്ത് തന്നെയായാലും ചെടികൾക്ക് നല്ല രീതിയിൽ വളം ചെയ്യാറുണ്ട്. അപ്പോൾ വേണ്ട പോഷകങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ചെടികൾ പൂടിയും കായ്ക്കുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ നല്ല രീതിയിൽ വളങ്ങൾ കൊടുക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് കൊടുക്കാനുള്ള ഒരു നല്ലൊരു ഓപ്ഷനാണ് നമ്മുടെ മീൻ മുറിച്ച് കഴിഞ്ഞിട്ടുണ്ടാവുന്ന മീനിന്റെ തല നമ്മൾ ഇതുപോലെ ചട്ടിയിൽ കുഴിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു വളമായിട്ട് മാറും. അപ്പോൾ ഇത് ചെയ്ത് നോക്കിയിട്ടുള്ളവർക്ക് നന്നായിട്ട് അറിയുന്ന ഒരു കാര്യമാണ്. മീനിന്റെ ഈ ബാക്കിയുള്ള അവശിഷ്ടങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മളെടുത്ത് ചട്ടിയിൽ കുഴിച്ചിട്ട് ശേഷം അതിന് മുകളിൽ നമ്മൾ ചെടിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ അത് ചെടി വളർന്നു വരികയും കൂടുതലായിട്ട് എനർജറ്റിക് ആയിട്ട് വളരുകയും ചെയ്യും. നമുക്ക് എല്ലാവർക്കും അറിയാം മീനിന്റെ വേസ്റ്റ് അത് നല്ലൊരു വളമാണ്. നല്ല രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്ത് അത് വളമാക്കി ചെടികൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെടികൾ നന്നായിട്ട് കായ ഉണ്ടാവാനും പൂക്കൾ വരാനൊക്കെ നല്ലൊരു വളമാണ് മീനിന്റെ വേസ്റ്റ്. അപ്പം പലർക്കും അറിയാം, വീട്ടിൽ കറിവേപ്പൊക്കെ ഉണ്ടെങ്കിൽ മീൻ കഴുകിയ വെള്ളമൊക്കെ കറിവേപ്പിന്റെ ചോട്ടിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു മാസം കൊണ്ട് നന്നായിട്ട് വളർച്ച വന്നിട്ട് കറിവേപ്പൊക്കെ നന്നായിട്ട് ഇലകളൊക്കെ വരുന്ന എല്ലാവരും കണ്ടിട്ടുണ്ടാവും. പലരും ചെയ്യുന്നൊരു വിദ്യയാണത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തു നോക്കാം. നിങ്ങൾ മീൻ മുറിച്ച വേസ്റ്റ് അത് എന്ത് തന്നെ ആയിക്കോട്ടെ, അതിന്റെ തലയായിക്കോട്ടെ വാലായിക്കോട്ടെ എന്ത് സാധനം ഉണ്ടെങ്കിലും അത് നിങ്ങളൊരു കാര്യം ചെയ്യാം. നിങ്ങൾ അതെടുത്തിട്ട് ചെടിച്ചട്ടിൽ ചെറിയൊരു കുഴി ഉണ്ടാക്കിയിട്ട് അതിലിട്ട് മൂടുക. കൂടാതെ നിങ്ങൾ മീൻ മുറിച്ച് വരുന്ന ബാക്കിയുള്ള വേസ്റ്റുകൾ ഉണ്ടല്ലോ അതും അതിലൊഴിക്കുക. എന്നിട്ട് ആ കുഴി നന്നായിട്ട് മൂടുക. മൂടിയ ശേഷം അതിന്റെ മുകളിൽ എന്ത് പച്ചക്കറി തൈയാണോ ഉള്ളത് അത് നട്ടു നോക്കുക. ഇനി പച്ചക്കറി തൈ വേണ്ട, നമുക്ക് ചെടികൾ എന്തെങ്കിലും പൂടുന്ന ഏതെങ്കിലും ചെടികൾ ഉണ്ടെങ്കിൽ ആ പൂടുന്ന ചെടി അതിന്റെ മുകളിലൊന്ന് നട്ടു നോക്കും. ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ മാറ്റം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ചെടി നന്നായിട്ട് പുഷ്ടിച്ച് മുകളിലേക്ക് വരുന്നതായിട്ട് കാണാൻ പറ്റും. ഏകദേശം വളരെ സാധാരണ ഒരു ചെടി പൂടുന്നതിനേക്കാളും കുറച്ച് മുൻപായിട്ട് തന്നെ ആ ചെടി പൂവിട്ട് നന്നായിട്ട് പൂക്കൾ തരും. നിങ്ങൾക്ക് ഏതും പൂടാത്ത ഏതെങ്കിലും ചെടികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്ത് നോക്കാവുന്നുള്ളൂ. കൂടാത്ത ചെടികൾ ഉണ്ടെങ്കിൽ ആ ചെടിയുടെ ചുവട്ടിൽ ചെടിയുടെ വേരിന് ഡാമേജ് പറ്റാത്ത രീതിയിൽ നമ്മൾ ഒരു ചെറിയൊരു കുഴി എടുക്കുക. എന്നിട്ട് ആ കുഴിയിൽ നമ്മൾ ഇതേപോലെ ഈ വേസ്റ്റുകൾ ഇട്ട ശേഷം നന്നായിട്ട് മണ്ണിട്ട് മൂടാതെ നമ്മൾ ചെടി ചുവട്ടിൽ ഇത് ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പലപ്പോഴും ഈ കാക്കയും മറ്റു പക്ഷികളും പിന്നെ അതുപോലെ ഈ കോഴികളൊക്കെ വന്നിട്ട് ഒരുപാട് അത് ശല്യം ചെയ്യാറുണ്ട്. അത് മാന്തി എടുക്കുകയും പിന്നെ കൊത്തിയെടുത്ത് കിണറ്റ് കൊണ്ടിടുന്ന ഒരു പ്രശ്നമൊക്കെ വരാറുണ്ട്. അപ്പൊ നമ്മൾ മുകളിൽ ഇട്ട് കൊടുക്കണ്ട. പിന്നെ അത് ഭയങ്കരമായിട്ട് ദുർഗന്ധം ഉണ്ടാക്കുന്ന പ്രശ്നം വരാറുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യേണ്ട കാര്യം വെച്ചാൽ ഇങ്ങനെ കുഴി ഉണ്ടാക്കിയിട്ട് കുഴിയിട്ട് മൂടുക. വളരെയധികം ആഴത്തിൽ നിങ്ങൾ ഒരിക്കലും കുഴി ആക്കരുത്. ചട്ടിയിൽ ഒരു 5 സെന്റിമീറ്റർ താഴത്തിലേക്ക് കുഴിച്ചാൽ മതി. മൂടിയ ശേഷം നിങ്ങൾ നന്നായിട്ട് നനച്ചു കൊടുക്കുക. നനച്ചു കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരുപാട് നനച്ചിട്ട് നമ്മൾ അതിന്റെ വെള്ളം ചട്ടിയിൽ നിന്ന് പുറത്തു പോകുന്ന രീതിയിൽ നമ്മൾ നനയ്ക്കരുത്. പലരും ചെയ്യുന്ന പ്രശ്നമാണ് വളം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് നനയ്ക്കും. അപ്പോൾ നനയ്ക്കുമ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ ഒരുപാട് വെള്ളം ഓവറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒഴുകിയിട്ട് പുറത്തേക്ക് പോകും. അതുപോലെ തന്നെ ഇതിന് സംഭവിക്കും. നമ്മൾ ഇത് കുഴിച്ചിട്ട ശേഷം ഒരുപാട് വെള്ളം ഒഴിക്കുക. വെള്ളം അതിന് പുറത്തു പോകാത്ത രീതിയിലുള്ള ഒരു രീതിയിൽ നമ്മൾ നനച്ചു കൊടുക്കുക, ഒന്ന് കുടഞ്ഞു കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം. അങ്ങനെ കൊടുത്ത ശേഷം വെള്ളം ചട്ടി തന്നെ ഇരിക്കണം. ചട്ടിയിൽ നിന്ന് പുറത്തേക്ക് ഒലിച്ചു പോകാനുള്ള ഒരു ഓവറായിട്ട് നമ്മൾ വെള്ളം ഒഴിക്കരുത്. ഇങ്ങനെ ഒഴിച്ച് ഒരാഴ്ച നമ്മൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലെ മീനിന്റെ അവശിഷ്ടങ്ങളെല്ലാം ചീഞ്ഞളിഞ്ഞ് നല്ല പക്ക കമ്പോസ്റ്റ് ആയിട്ട് മാറും. ഇങ്ങനെ കമ്പോസ്റ്റായി മാറിക്കഴിയുമ്പോൾ ചെടികൾ അതെല്ലാം വലിച്ചെടുക്കാൻ പാകത്തിൽ ചെടികൾക്ക് പറ്റിയ രീതിയിൽ അതിലുള്ള മൂലകങ്ങളൊക്കെ നൈട്രേറ്റും ഫോസ്ഫേറ്റും ഒക്കെ ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഇങ്ങനെ മാറിക്കഴിഞ്ഞ ശേഷം ചെടികൾ നന്നായിട്ട് അത് പോഷകങ്ങൾ വലിച്ചെടുക്കുകയും കൂടാതെ വളരെ നല്ല രീതിയിൽ ചെടിയുടെ വളർച്ച കൈവരിക്കുകയും ചെയ്യും. നമ്മൾ ഇതിന് മുകളിൽ നമ്മൾ ചീരയുടെ വിത്താണ് നട്ടിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ചീര വളരെ പെട്ടെന്ന് ഭയങ്കര ഹൈറ്റിലേക്ക് പൊങ്ങുകയും ചെയ്യും. അതിന്റെ തണ്ടുകൾ വളരെ സോഫ്റ്റ് ആയിരിക്കും, വളരെ സോഫ്റ്റ് തണ്ടുമായിരിക്കും. നമ്മൾ അത്യാവശ്യം നല്ല വലിപ്പം എത്തിയാൽ പോലും അതിന്റെ തണ്ടുകൾ മൂത്തിട്ടുണ്ടാവില്ല. അപ്പൊ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് മുറിച്ച് കറി വെക്കുകയും മെഴുക്കുരട്ടിയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ചീരയെ പോലെ നമുക്ക് തക്കാളി ചെയ്യാം. തക്കാളി ചെയ്ത് കഴിഞ്ഞാലും വളരെ പെട്ടെന്ന് തക്കാളിയുടെ വളർച്ച നമുക്ക് കാണാൻ പറ്റും. തക്കാളി ഒരാഴ്ച കൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തക്കാളി പൊങ്ങി വരുന്നത് കാണാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് അതുപോലെ ചെടികൾ ചെയ്യാം. പല പൂടുന്ന ചെടികൾ നമുക്ക് ഇതേപോലെ ചെയ്ത് കഴിഞ്ഞിട്ടെങ്കിലും വളരെ നല്ല രീതിയിൽ ചെടികൾ വളർന്നു വരുന്നത് കാണാൻ പറ്റും. അപ്പൊ നമ്മളെല്ലാവരും വീട്ടിൽ മീൻ മേടിക്കുന്ന ആളുകളാണ്. എല്ലാവരും വീട്ടിൽ മീൻ മേടിക്കാറുണ്ട്. അത് മീൻ മേടിക്കും നമുക്ക് ഇതുപോലെ മീനിന്റെ വേസ്റ്റ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഇതുപോലെ ചെയ്യാം. 90% ആളുകളും മീനിന്റെ വേസ്റ്റ് എല്ലാം പുറത്തേക്ക് ഒഴിവാക്കി കളയാറാണ് പതിവ്. പലരും തെങ്ങിന്റെ ചോട്ടിലേക്ക് എറിയുന്ന കാണാം. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടോ എന്നറിയില്ല. തെങ്ങിന്റെ ചോട്ടിൽ നിങ്ങൾ ഈ മീനിന്റെ വേസ്റ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 6-7 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന തേങ്ങയുടെ വലിപ്പവും അതുപോലെ തേങ്ങയുടെ എണ്ണൊക്കെ ശ്രദ്ധിച്ച് നോക്കിയുള്ളവർക്ക് അത് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. തെങ്ങൊക്കെ നന്നായിട്ട് പുഷ്ടിപ്പെടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ തുടർച്ചയായിട്ട് തെങ്ങിന്റെ ചോട്ടിലേക്ക് ഇങ്ങനെ മീനിന്റെ വേസ്റ്റ് ഇടുന്ന ഒരാളാണെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. തെങ്ങുണ്ടായത് മാറ്റമൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഇതുപോലെ ചെടികൾക്ക് ഇങ്ങനെ നാച്ചുറൽ ആയിട്ട് ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ അത് വളരെ പെട്ടെന്ന് കമ്പോസ്റ്റ് ആയിട്ട് മാറും. കമ്പോസ്റ്റായി മാറുമ്പോൾ
അത് ചെടികൾക്ക് കൂടുതൽ പെട്ടെന്ന് അബ്സോർബ് ചെയ്യാനും സാധിക്കും. പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നമ്മൾ മഴക്കാലങ്ങളിൽ ഇത് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മഴക്കാലങ്ങളിൽ നമ്മൾ ചട്ടികൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ആ വളം പെട്ടെന്ന് മഴത്ത് പുറത്തേക്ക് തള്ളിപ്പോകാൻ ഒരു ചാൻസ് ഉണ്ട്. അപ്പം മഴയില്ലാത്ത സീസണുകളിൽ ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഫലപ്രദം. ഇനി മഴക്കാലങ്ങളിൽ ചെയ്യുകയാണെങ്കിൽ ആ ചെടി ഓവറായിട്ട് മഴ കൊള്ളുന്ന രീതിയിൽ വെക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ മഴ കൊള്ളുന്ന രീതി വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ വളമെല്ലാം പോകും. അപ്പൊ നമ്മൾ വിചാരിച്ച അത്ര ഒരു എഫക്റ്റ് നമുക്ക് കിട്ടില്ല. ചെടിക്ക് ആ വലിച്ചെടുക്കാൻ പാകത്തിൽ അത് കമ്പോസ്റ്റ് ആയി വരുമ്പോഴേക്കും അതെല്ലാം ഒഴുകിപ്പോയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ മഴത്ത് വെക്കാതെയാണ് നമ്മൾ ചട്ടി വെച്ചിട്ടുള്ളെങ്കിൽ നമുക്കിങ്ങനെ ചെയ്യാം. ഇനി മഴക്കാലത്ത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തന്നെ ഷെഡിന്റെ അടിയിലേക്ക് മാറ്റിയ ശേഷം നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ കഴുകിയ വെള്ളം ഉണ്ടല്ലോ, മീൻ കഴുകിയ വെള്ളം നമ്മൾ ഒരിക്കലും പുറമേക്ക് ഒഴിവാക്കരുത്. അത് നമ്മൾ ചെടികൾക്കെല്ലാം ചോട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കാം. ചെടികൾക്ക് ചോട്ടിൽ മീൻ കഴുകിയ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലൊരു ഫെർട്ടിലൈസറാണ്. ചെടികൾ കൂടുതൽ വളരാനും അതിന്റെ കമ്പും ഇലയൊക്കെ നന്നായിട്ട് വളരാൻ പ്രൊമോട്ട് ചെയ്യുന്നത് നല്ലൊരു വളമാണ് മീൻ കഴുകിയ വെള്ളം. ആ മീൻ കഴുകിയ വെള്ളമൊക്കെ ഇനി ആരെങ്കിലുമൊക്കെ പുറത്തേക്ക് ഒഴിവാക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു കാര്യം ചെയ്തു നോക്കാം. പലരും നമ്മുടെ ചാനൽ വന്നിട്ട് പറയാറുണ്ട് എന്റെ കരിവേപ്പ് നന്നായിട്ട് വളരുന്നില്ല, കരിവേപ്പ് ആകെ ഒരു മുരടിച്ച അവസ്ഥയിലാണ് നിൽക്കുന്നത്, വർഷങ്ങളായി ഇതേപോലെ തന്നെ അവസ്ഥയിലാണെന്ന് പറഞ്ഞവർക്കൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു പരിപാടി ചെയ്തു നോക്കാം. നിങ്ങൾ കറിവേപ്പിന്റെ ചോട്ടിൽ ഇതുപോലെ മീൻ കഴുകിയ വെള്ളം ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒരു ചെറിയൊരു കുഴി ഉണ്ടാക്കിയിട്ട് അതിൽ മീനിന്റെ തലയെല്ലാം മൂടി വെച്ചിട്ട് നന്നായിട്ട് നനച്ചു കൊടുത്തു നോക്കുകയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കറിവേപ്പ് വളരെ പെട്ടെന്ന് പൊങ്ങി വരുന്നതൊക്കെ കാണാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് വേറൊരു ഐഡിയ കൂടി ചെയ്യാം. നിങ്ങൾ ഇത് ചെയ്യുന്ന കൂടെ തന്നെ ഈ മീൻ തല കുഴിച്ചിടുന്ന കൂടെ തന്നെ കുറച്ച് കഞ്ഞിവെള്ളം, പുളിപ്പിച്ച കഞ്ഞിവെള്ളം അതിന് മുകളിൽ ഒഴിച്ചു കൊടുത്ത ശേഷം മൂടുക. എന്നിട്ട് നിങ്ങൾ ഒരു 3 ദിവസം കഞ്ഞിവെള്ളവും കൂടി ഇതിന് കൂടുതൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക, താഴെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് വരുന്ന മാറ്റം കുറച്ചും കൂടുതൽ നല്ലൊരു മാറ്റം കാണാൻ പറ്റും. വളരെ പെട്ടെന്ന് തന്നെ ചെടി പൂക്കാനുള്ള ടെൻഡൻസി കാണിക്കുകയും ചെയ്യും. ഞാൻ പറഞ്ഞു നേരത്തെ ചീരയൊക്കെ ഇതുപോലെ കുഴിച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ ചീര ഉണ്ടായി വരുന്നു പറഞ്ഞു. ചീര വളരെ പെട്ടെന്ന് നമ്മൾ വിളവെടുത്തിട്ടില്ലെങ്കിൽ ആ ചീര വളരെ പെട്ടെന്ന് പൂവിടാനുള്ള ഒരു ചാൻസ് ഉണ്ട്, വളരെ പെട്ടെന്ന് ബോൾട്ട് ചെയ്യും. ആ ചീരയ്ക്ക് കതിര് വന്നുള്ള അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ, അതിന്റെ സോഫ്റ്റ്നെസ് ഒക്കെ മാറി ഒന്നും കൂടി ഫൈബർ കൂടും. അപ്പൊ നമുക്ക് ചീര തണ്ടെല്ലാം നാരുകളൊക്കെ വന്നു തുടങ്ങും. ചീരയാണ് നിങ്ങൾ ഇതുപോലെ ചെയ്യുന്നതെങ്കിൽ ചീര വളരെ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കുക. ചീര നമ്മൾ വളരെ കുറച്ചും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചീര വളരെ പെട്ടെന്ന് പൂടാനുള്ള ചാൻസ് ഉണ്ട്. ഇതുപോലെ തന്നെയാണ് മറ്റ് ചെടികൾ വെച്ച് കഴിഞ്ഞാലും വളരെ പെട്ടെന്ന് പൂടാനുള്ള ടെൻഡൻസി കാണിക്കും നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ. നമ്മൾ തക്കാളി ആയിക്കോട്ടെ, ഇനി അല്ലെങ്കിൽ മറ്റ് പയറുകളായിക്കോട്ടെ, പയറിനൊക്കെ വളരെ നല്ലൊരു വളമാണിത്. കൂടാതെ മറ്റ് പൂച്ചെടികളായിക്കോട്ടെ, പൂച്ചെടികൾക്കൊക്കെ വളരെ പെട്ടെന്ന് തന്നെ പൂടാനുള്ള ടെൻഡൻസി ഇതിങ്ങനെ ചെയ്യുന്ന വഴി സാധിക്കും. കൂടാതെ നമ്മൾ നാച്ചുറലായിട്ട് ഇടയ്ക്കിടയ്ക്ക് കമ്പോസ്റ്റ് കൂടി അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറൊരു വളം നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. വളരെ നന്നായിട്ട് ചെടി ആരോഗ്യമായിട്ട് വളർന്ന് കാണാം. നിങ്ങൾ ഈ മാറ്റം നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അടുത്തടുത്ത് 2 ചെടിച്ചട്ടി വെക്കുക. ഒന്നിൽ നിങ്ങൾ ഈ മീനിന്റെ വേസ്റ്റ് ഇടുക, മറ്റേൽ നിങ്ങൾ ഒന്നും ചെയ്യാതെ ഒന്ന് വെക്കുക. എന്നിട്ട് 2 മാസം കഴിഞ്ഞ ശേഷം നിങ്ങൾ 2 ചെടികളും താരതമ്യം ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ മാറ്റം മനസ്സിലാക്കാൻ പറ്റും. പിന്നെ വേറൊരു ടിപ്പ് കൂടി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഈ മീൻ തല അപ്ലൈ ചെയ്യുന്നതിന്റെ ഒരു 10 ദിവസം മുൻപ് കുറച്ച് കുമ്മായം കൂടി ആ മണ്ണിൽ അപ്ലൈ ചെയ്ത് നന്നായിട്ട് ഇളക്കി മറിച്ചിട്ടിട്ട് ഒന്ന് നനച്ചു കൊടുക്കുക. എന്നിട്ട് 10 ദിവസം കഴിഞ്ഞിട്ടാണ് മീനിന്റെ തല ഇതുപോലെ ചട്ടിയിൽ വെച്ച് കൊടുക്കുന്നതെങ്കിൽ വളരെ നന്നായിട്ട് ചെടി പൊങ്ങി വരുന്നത് കാണാൻ പറ്റും. അപ്പം ഇത് നിങ്ങൾ ചെയ്തു. നിങ്ങൾ സാധാരണ മീനിന്റെ വെള്ളം ഒഴിച്ചിട്ടും ചെടി ഒരു പുഷ്ടിപ്പെടുന്നില്ലെങ്കിൽ നിങ്ങളൊരു 10 ദിവസം മുൻപേ കുറച്ച് കുമ്മായ എടുത്തിട്ട് മണ്ണ് നന്നായിട്ട് വിതറേഷൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 10 ദിവസത്തിന് ശേഷം നിങ്ങൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കൂ. അപ്പോൾ നിങ്ങളുടെ മണ്ണിൽ ഇനി എന്ത് pHന്റെ മണ്ണിലെ പുളിപ്പ് കാരണമാണ് ചെടിക്ക് വലിച്ചെടുക്കാൻ പറ്റാത്തൊരവസ്ഥ ഉള്ളെങ്കിൽ നിങ്ങൾ ഈ കുമ്മായം ചെയ്യുന്നത് കൂടി ആ പ്രശ്നം പരിഹരിക്കപ്പെടുകയും ചെയ്യും. അതോടുകൂടി നിങ്ങൾക്ക് ആ മണ്ണിന്റെ പ്രശ്നം തീരുകയും ചെയ്യും. കൂടാതെ ചെടി നന്നായിട്ട് വലിച്ചെടുക്കാൻ ആരംഭിക്കുകയും ചെയ്യും. അപ്പോൾ ഇതൊന്ന് ചെയ്തു നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും വീട്ടിൽ ചെയ്യാൻ പറ്റിയ ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ളൊരു വളമാണ് മീനിന്റെ വേസ്റ്റുകളെല്ലാം ചെടിച്ചട്ടിയിൽ ഇട്ട് കൊടുക്കുന്നത്. അതുവഴി നമുക്ക് ചെടികളിൽ കൂടുതൽ വിളവ് കിട്ടാനും കൂടുതൽ ചെടികൾ പൂക്കാനും കൂടുതൽ ചെടികൾ ആരോഗ്യത്തോടെ നിൽക്കാനും ആരോഗ്യത്തോടുകൂടി ചെടികൾ വളർത്താനും പറ്റും. കൂടുതൽ കാലം ചെടികൾ രോഗങ്ങൾ വരാതെ രോഗപ്രതിരോധ ശേഷി നേടാനും ചെടികളെ കൊണ്ട് പറ്റും. ചെടികൾക്ക് ആരോഗ്യം വരുന്നതിനനുസരിച്ച് ഈ രോഗങ്ങളോട് പ്രതിരോധ ശേഷിയും ചെടികൾക്ക് വരും. അത് നമ്മുടെ എല്ലാ ജീവജാലങ്ങൾക്കും അതുപോലെ തന്നെയാണ്. നമ്മൾ നല്ല ആഹാരം കഴിച്ചാൽ മാത്രമേ നമുക്ക് നല്ല ആരോഗ്യത്തോട് കൂടി ഇരിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് ചെടികളുടെ കാര്യം. നമ്മൾ നല്ല ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ചെടികൾക്ക് നല്ല ആരോഗ്യത്തോടു കൂടി നിൽക്കാനും എല്ലാ രോഗങ്ങളോടും പ്രതിരോധിക്കാനും പറ്റുള്ളൂ. നമുക്ക് മീൻ വേസ്റ്റ് ഉപയോഗിച്ച് ഞാൻ പറഞ്ഞ പോലെ ചെടികൾക്ക് ഇട്ട് കൊടുക്കണമെന്നില്ല. നിങ്ങൾക്ക് ചെറുതായിട്ടൊരു കമ്പോസ്റ്റ് പോലെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മീൻ വേസ്റ്റ് ഒക്കെ ധാരാളം കിട്ടുന്നുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് കമ്പോസ്റ്റ് പോലെ ഉണ്ടാക്കിയിട്ട് ആ കമ്പോസ്റ്റ് ചെടികൾക്ക് ഇട്ട് കൊടുത്താലും വളരെ നല്ലതാണ്. നമ്മൾ കമ്പോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ വരുന്ന സ്ലറി അത് വളരെ നല്ലൊരു വളമാണ്. നമ്മളത് നേർപ്പിച്ചൊക്കെ ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ചെടികൾ പൂത്ത് കൊല കുത്തി കായ്ക്കാൻ സഹായിക്കും. തക്കാളി ചെടിക്കൊക്കെയാണ് നമ്മൾ ഇങ്ങനെ സ്ലറി അടിച്ചു കൊടുക്കുന്നെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ തക്കാളി എല്ലാം കൊല കുത്തി കായ്ക്കും. ഇനി നമുക്ക് വരും വീഡിയോയിൽ നമുക്ക് പറയാൻ പോകുന്നത് നമുക്ക് എങ്ങനെ വീട്ടിൽ വളരെ ഈസി ആയിട്ട്
ചെടികളും പച്ചക്കറികളും എല്ലാം നന്നായിട്ട് പൂവിട്ട് കായ്ക്കാൻ പറ്റുന്ന നാച്ചുറൽ ആയിട്ട് ഹോർമോൺ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാന്നുള്ള ഒരു വീഡിയോ ആണ് ഇനി വരാൻ പോകുന്നത്. 5 മില്ലി 1 ലിറ്റർ എന്ന തോതിൽ നമ്മൾ ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ പൂടാനും നന്നായിട്ട് കായ പിടിക്കാനും സഹായിക്കുന്ന ഒരു ഹോർമോൺ ആണ്. അപ്പൊ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. അപ്പൊ ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.